ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മൾ സൈക്കോളജിയുടെ PYQ ആണ് ചർച്ച ചെയ്യുന്നത്, നമ്മുടെ കാറ്റഗറി 4. ഓക്കെ, അറബിക്കിൻ്റെ. സോ ആദ്യം പറഞ്ഞതൊക്കെ മനസ്സിൽ വെക്കുക. നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് അപ്ലിക്കേഷൻ ലെവലുണ്ടാകും, ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. അപ്പോൾ എന്താണ്, നിങ്ങൾ അപ്ലിക്കേഷൻ ലെവലിൽ ഒന്നും അറിയാത്ത ആളായിട്ട് തന്നെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. സോ എന്താണ്, ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലതും എന്ത് ചെയ്യും, പഠിച്ച് കഴിഞ്ഞിട്ട് വേണം PYQ അറ്റൻഡ് ചെയ്യാൻ. കാരണം എന്താണ്, ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ ഷോർട്ടാക്കി പറഞ്ഞു പോവുകയുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എന്തായാലും സമയമില്ല. അപ്പം കാര്യങ്ങൾ ഷോർട്ടാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് തലയിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ഒക്കെ പഠിച്ചിട്ട് വേണം PYQ നോക്കാനായിട്ട്. ഓക്കെ, സോ നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ജമാൻ്റെ മാനസിക വയസ്സും കാലിക വയസ്സും 12 വീതമാണ്. ഓക്കെ, IQ കാണാനാണ് ക്വസ്റ്റ്യൻ. എന്താണ്, അതിൽ MAയും CAയും ഈക്വൽ ആണ്. എത്രയാണ്, 12 ആണെന്ന് തന്നിട്ടുണ്ട്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യം എന്താണ്, സമന് അതീവ ബുദ്ധി സാമർഥ്യമുണ്ട്. അപ്പം നമുക്കിത് ബുദ്ധിപരമായിട്ടുള്ളതാണെന്ന് മനസ്സിലായി. അപ്പം എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും IQ കാണണം. സോ IQ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, IQ ഈക്വൽ ടു MA മെൻ്റൽ ഏജ് ബൈ CA ഇൻറ്റു 100 അല്ലേ. IQ കാണാനുള്ള ഇക്വേഷനാണ് MA/CA ഇൻറ്റു 100. സോ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, സുമൻ്റെ അല്ലെ ജമാൻ്റെ മാനസിക MAയും CAയും 12 ആണ്. സോ സ്വാഭാവികമായിട്ടും 12/12 ഇൻറ്റു 100 വരും. 12ഉം 12ഉം ക്യാൻസൽ ആയിപ്പോയി. സോ IQ ഈക്വൽ ടു 100 ആണ് അല്ലേ. സോ ഇനി നമുക്ക് എന്താണോ ആൻസേഴ്സ് നോക്കാം. സോ സെമന് അതീവ ബുദ്ധി സാമർഥ്യമുണ്ട്, ഉണ്ടോ? ഇല്ല. എന്താണ്, അതീവ ബുദ്ധി സാമർഥ്യം ഉണ്ടെങ്കിൽ 130ലോ അതിലേറെയോ ഒക്കെ വേണം. സോ അതല്ല. അടുത്തത്, സെമന് വളരെ കുറഞ്ഞ ബുദ്ധി സാമർഥ്യമാണ് ഉള്ളത്. പറ്റ കുറവാണെങ്കിൽ എന്താണ്, 70 താഴെ പോകണം. അപ്പോൾ അതുമല്ല. സെമൻ്റെ ബുദ്ധിമാനം 120 ആണ്. അതല്ലാന്ന് നമുക്ക് മനസ്സിലായി, ബുദ്ധിമാനം 100 ആണ്. സോ സ്വാഭാവികമായിട്ടും ആൻസർ ബുദ്ധിമാനം 100 ആണ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വളർച്ചയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സോ നമുക്ക് വളർച്ചയെ കുറിച്ചിട്ട് നല്ല അറിവ് വേണം, വളർച്ച വായിച്ചിരിക്കണം. വളർച്ച കൊണ്ട് അർത്ഥമാക്കുന്നത് ഉയരം, തൂക്കം, ആകാരം തുടങ്ങിയവയിലെ മാറ്റമാണ്. അടുത്തത്, വളർച്ച വ്യക്തിയുടെ ശാരീരികവും വർത്തനപരവുമായ മാറ്റങ്ങളെ കുറിക്കുന്നതാണ്. അടുത്തത്, വളർച്ച ജീവിതത്തിലുടനീളം സംഭവിക്കുന്നതാണ്. ഡി, വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം. സോ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കത്തില്ല, വികാസമാണ് ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുക. വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏജ് എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗസ്റ്റാൾട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗസ്റ്റാൾട്ട് പഠന നിയമങ്ങൾ അനുസരിച്ച് പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോഴാണെന്നാണ്. നമുക്കറിയാം, ഗസ്റ്റാൾട്ട് പഠനം എന്ന് പറയുമ്പോൾ തന്നെ അവരുടേത് എന്താണ്, സമഗ്ര പഠനം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ സ്വാഭാവികമായിട്ടും സമഗ്ര വീക്ഷണത്തിലൂടെ പഠിക്കുമ്പോഴാണ്. മറ്റു ഓപ്ഷൻസ് ഏതാണ്, ആവർത്തിച്ച് പഠിക്കുക ആണോ? അല്ല, അത് നമ്മുടെ ഗസ്റ്റാൾട്ടിൽ വരുന്നതല്ല. കാണാതെ പഠിക്കുക അല്ല. ശ്രമപരാജയ രീതി തൊണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്, അതൊന്നുമല്ല. സോ കറക്റ്റ് ആൻസർ സമഗ്ര വീക്ഷണത്തിലൂടെ പഠിക്കുമ്പോൾ. അടുത്തത്, ബഹു ഇന്ദ്രിയ സമീപനം ഏതു വിഭാഗം കുട്ടികളുടെ പഠന പ്രക്രിയയിലാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്? എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചു കൊണ്ടുള്ള പഠനം നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഏത്? ബഹു ഇന്ദ്രിയ സമീപനം. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അത് പിന്നെയും അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അടുത്തത്, സ്വ അവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹ്യ അവബോധം, സാമൂഹ്യ നൈപുണികൾ എന്നിവ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണെന്നാണ്? സ്വാഭാവികമായിട്ടും നമ്മളുടെ എന്താണ്, സാമൂഹിക ബുദ്ധിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക ബുദ്ധിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഡാനിയൽ ഗോൾമാൻ്റെ വാക്കാണ് ഇത് കേട്ടോ. ഓക്കെ, അടുത്തത്, വാചിക ബന്ധന പഠനം ചുവടെ
അടുത്ത ഏത് പ്രത്യേക ശ്രേണിയുമായി ബന്ധപ്പെട്ടതാണ്? ആരാണ്? ഗാഗ്നെയുടെ പഠനരൂപങ്ങൾ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റഗറി 4 ആണല്ലോ. കാറ്റഗറി 1ൻ്റെ ഒക്കെ കേസ് ആണെങ്കിൽ അവർ ടീച്ചർ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞവരാണ്. സോ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ കേസിൽ നിങ്ങൾ ഇതിനും വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പെഡഗോജി പാർട്ട് അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അധികവും വരിക. ഇനി എന്താണ് അപ്ലിക്കേഷണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിരിക്കും, മാക്സിമം 5 ഒക്കെ ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. സോ അപ്ലിക്കേഷണൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് പോയിന്റ് ഔട്ട് ചെയ്യണം കേട്ടോ. വികാസം അനുസ്യൂതമാണ്, കൂടാതെ അത് ഗതി നിയമം പാലിക്കുന്നു. അത് ശരിയാണ്. ശാരീരിക വികാസത്തിൽ തല മുതൽ പാദം വരെ എന്ന ക്രമം പാലിക്കുന്നു. ശരിയാണ്. തല മുതൽ പാദം വരെ, അതുപോലെ മധ്യത്തിൽ നിന്നും അഗ്രഭാഗങ്ങളിലേക്ക്. വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അതും ശരിയാണ്. അവസാനത്തേത് വികാസം രേഖീയമാണ്, എന്നാൽ ചാക്രികമല്ല. ഇത്തരത്തിലുള്ള ഒരു തത്വം നമ്മൾ പഠിക്കുന്നില്ല വികാസത്തെ കുറിച്ചിട്ട്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എട്ടാമത്തത്, നാം യാഥാർത്ഥ്യത്തിൽ ഭാഷ പഠിക്കുകയല്ല, ഭാഷാ വ്യാകരണം അല്ലെങ്കിൽ ലാംഗ്വേജ് ഗ്രാമർ മനസ്സിൽ വളരുകയാണ്. അതാണ് സാർവലൗകിക ഭാഷാ വ്യാകരണം. ഇതാരുടെ വാക്കുകളാണ്? സ്വാഭാവികമായിട്ടും സാർവലൗകിക ഭാഷാ വ്യാകരണം കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ നോം ചോംസ്കിയുടെ വാക്കുകളാണ് ഇവ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുള്ള കുട്ടിയുടെ സവിശേഷതയാകാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ളത് ഏതാണ്? നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയുടെ സവിശേഷതയാവാൻ ഏറ്റവും ചാൻസ് ഉള്ളത് ഏതാണെന്നാണ്. വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത. ഇത് അതിൻ്റെ സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കുന്നതാണ് ക്രിയേറ്റിവിറ്റിയുടെ. അതാണ് വൈയക്തിക ചിന്ത ഉണ്ടാവണം, അതായത് ഡൈവേർജൻറ്റ് തിങ്കിങ്, അതായത് എല്ലാത്തിനെ കുറിച്ചിട്ടും കുട്ടിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ തന്നെ ഉത്തരത്തിലേക്ക് നേരെ പോകുന്ന രീതിയല്ല, കുട്ടി പല രീതിയിലൂടെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ആ ഉത്തരത്തിലെത്താം. ഏത്? ഈ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള കുട്ടികൾ കേട്ടോ. ദെൻ ആശയസ്പഷ്ടത, പുതുമ, നവീന ചിന്ത, ഇതൊക്കെ ക്രിയേറ്റിവിറ്റിയിൽ വേണം. ഏകമുഖ ചിന്ത അല്ലെങ്കിൽ കൺവേർജൻറ്റ് തിങ്കിങ്. ഇപ്പം മലയാളം മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് പാർട്ട് ഒന്ന് വായിച്ചു നോക്കുക. കൺവേർജൻറ്റ് തിങ്കിങ് അതായത് നേരവാ നേരപ്പോ എന്നുള്ള ചിന്താഗതി ആയിരിക്കില്ല. കുട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കുട്ടി പല ഭാഗങ്ങളിലൂടെ ചിന്തിച്ചിട്ടായിരിക്കും അതിന് ആൻസർ കണ്ടെത്താം. ഓക്കെ, അതാണ് ഡൈവേർജൻറ്റ് തിങ്കിങ്. ഡൈവേർജൻറ്റ് തിങ്കിങ് ആയിരിക്കും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവുക. ഏതാണ്? കൺവേർജൻറ്റ് തിങ്കിങ് അല്ലെങ്കിൽ ഏകമുഖ ചിന്ത ആയിരിക്കില്ല. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകത പ്രവർത്തനങ്ങളുടെ 4 ഘട്ടങ്ങളിൽ ശരിയായത് ഏതാ? ക്രമമാണ് ചോദിച്ചിട്ടുള്ളത്. ക്രമം പഠിച്ചവർക്കറിയാം ഏതാണ്. സജ്ജീകരണം, ഉത്ഭവനം, പ്രകാശനം, വിലയിരുത്തൽ. ഓക്കെ, ഇനി ഇംഗ്ലീഷാണ് പഠിച്ചതുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലുമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. അതാണ് ഏതിൻ്റെ? ക്രിയേറ്റിവിറ്റിയുടെ കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത്. അടുത്തത്, രജി എന്ന 11 വയസ്സുകാരി വായിക്കുമ്പോൾ ചില വരികൾ വിട്ടു വായിക്കുകയും കഠിനമായ പദങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. ഇത് ഏത് തരം പഠന വൈകല്യമാണ്? മലയാളം ആകുമ്പോൾ നമുക്ക് സുഖമാണ്, വായന വൈകല്യമാണ്. ഇനി ഇംഗ്ലീഷ് ആകുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോരുത്, ഡിസ്ലെക്സിയ. ഓക്കെ, ഇതിൽ ഡിസ്പ്രാക്സിയ ഉണ്ട്. ഡിസ്പ്രാക്സിയ എന്താണ്? മൂവ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഴിവില്ല, ഡിസബിലിറ്റി ആണ് കേട്ടോ. അതുപോലെ ഡിസ്ഗ്രാഫിയ നമുക്കറിയാം എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളം നോക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടും. സാധാരണ മലയാളത്തിലും ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ എന്ന് തരാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിച്ചിട്ട് തന്നെ എഴുതണം. ഡിസ്ലെക്സിയ. ഓക്കെ, അടുത്തത്, ഓർമ്മയുടെ 4 അടിസ്ഥാന ഘടകങ്ങളിൽ 3 പഠനം, ധാരണ, അനുസ്മരണം എന്നിവയാണ്. ഇനി 4ാമത്തേത് ഏതാണെന്നാണ് നമുക്കറിയാം. ഏതാണ്? തിരിച്ചറിവാണ്. ഓക്കെ, അതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അധികം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അടുത്തത്, ശാരീരികമായ പക്വതയാർജിക്കൽ, പ്രവർത്തനങ്ങൾ, സാമൂഹികാനുഭവങ്ങൾ എന്നിവ യാങ് പിയാഷെ നിർദ്ദേശിച്ച പഠന പ്രക്രിയയുടെ വികാസത്തിന് നിദാനമായ 4 ഘടകങ്ങളിൽ 3 4ാമത്തെ ഘടകം ഏതാണ്? സന്തുലനം.
ഓക്കെ, ഇക്വിലിബ്രിയാണ് നാലാമത്തെ ഘടകം. ലാസ്റ്റ് സ്റ്റേജ്, അതായത് അയാളൊക്കെ കൈവരിച്ചു കഴിഞ്ഞിട്ട് ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്താം. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. പഠിതാക്കൾ വ്യക്തി വ്യത്യാസം പുലർത്തുന്നവരാണ്. ഓരോ കുട്ടികളും വ്യത്യസ്ത ചുറ്റുപാടിൽ നിന്ന് വരുന്നതാണ്, വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ വ്യക്തി വ്യത്യാസം പുലർത്തും. ആയതിനാൽ ടീച്ചർ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ പരിപൂർണ അച്ചടക്കം ഉറപ്പാക്കണം. എല്ലാവരും അടങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് കുട്ടികളെ ഇരുത്തണം. രണ്ടാമത്തത്, ഇതിലൊക്കെയാണ് ഏറ്റവും അനുയോജ്യമായതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തത്, വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ ഒരുക്കണം. മൂന്നാമത്തത്, മാസം തോറും നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം. വീട്ടിൽ വെച്ച് ചെയ്യാൻ ധാരാളം കുറേ ഹോംവർക്കുകൾ കൊടുക്കണം. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ ഒരുക്കണം. പല പല ചുറ്റുപാടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഇവർക്ക് പല പല രീതിയിലുള്ള ബോധന തന്ത്രങ്ങൾ അല്ലെങ്കിൽ പഠന രീതികളൊക്കെയാണ് ടീച്ചർ ക്ലാസ്സിൽ കൊടുക്കേണ്ടത്. അടുത്തത്, സാമൂഹ്യജ്ഞാന നിർമ്മിതി സമീപനത്തിന് അനുഗുണമല്ലാത്ത പഠന രീതി ഏതാണ്? സാമൂഹ്യജ്ഞാന നിർമ്മിതി നമുക്കറിയാം, സമൂഹത്തിലോട്ട് ഇറങ്ങണം, സഹകരണാത്മക പഠനം, പ്രതിക്രിയാധ്യാപനം ഒക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചോദ്യോത്തര രീതിയിലാണ് ഇതിൻ്റെ ആൻസർ വരാം അല്ലേ? സംഘടിത പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സംഘടിച്ചു കൊണ്ട് പഠിക്കണം, കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കണം. സങ്കലിത പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലാബറേറ്റീവ് ലേണിംഗ്, അതും അത് തന്നെയാണ്, എല്ലാവരും ഗ്രൂപ്പായിട്ട് ഇരുന്നുകൊണ്ട് പഠിക്കുക. ദെൻ പ്രവർത്തിച്ചുള്ള പഠനം അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്, കുട്ടികളെ ഇറങ്ങി തിരിച്ചുകൊണ്ട് അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഗ്രൂപ്പായിട്ടാണ് കൊടുക്കുക. ചോദ്യോത്തര രീതിയിലുള്ള പഠനം, ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം പറയുക എന്നുള്ളത് ഒരു സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദത്തിൽ പറയുന്ന ഒരു രീതിയല്ല. ഓക്കെ, അടുത്തത്, ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂൾ ലീഡറായി ആൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിന് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. ആദ്യത്തേത് ലിംഗതുല്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇല്ല, ആൺകുട്ടികൾ മാത്രം ലീഡറായാൽ മതി എന്നാണ് പറഞ്ഞത്. സോ ആൻസർ ലിംഗവിവേചനം. ഓക്കെ, ആഗോള രീതിയുടെ പുരോഗമന സമീപനം ഉണ്ട്, അതൊന്നുമല്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ലിംഗവിവേചനമാണ്. അവിടെ ഡിസ്ക്രിമിനേഷൻ കാണിച്ചിരിക്കുകയാണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിച്ചിരിക്കുകയാണ് ചെയ്തത്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവിനെ ഹവാർഡ് ഗാർണർ വിശേഷിപ്പിച്ചത് എങ്ങനെ? ഹവാർഡ് ഗാർണർ നമുക്കറിയാം MI തിയറി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി കൊണ്ടുവന്നിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. സോ അതേതാണ്? ആന്തരിക വൈയക്തിക ബുദ്ധിയല്ല, മാറിപ്പോവരുത്, വ്യക്തിയാനന്തര ബുദ്ധിയാണ്. കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കുകയാണ് അല്ലേ? ഇത് ഇവിടെ മാറിപ്പോവരുത് കേട്ടോ, ഇന്റർപേഴ്സണൽ ആണ്. നമ്മുടെ ഉള്ളിലോട്ടല്ല പുറത്തോട്ടാണ്. ബാക്കിയുള്ളവരെ മനസ്സിലാക്കുക, അവരുടെ സിറ്റുവേഷനനുസരിച്ച് അവർക്ക് ഉപദേശം കൊടുക്കുക, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് വ്യക്തിയാനന്തര ബുദ്ധിയിലാണ്. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലോറൻസ് കോൾബർഗിന്റെ സാൻമാർഗിക വികാസ ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. പൂർവ്വ യാഥാസ്ഥിക ഘട്ടം, സദാചാര ഘട്ടം, യാഥാസ്ഥിക സദാചാര ഘട്ടം, അന്തിമ യാഥാസ്ഥിക സദാചാര ഘട്ടം, യാഥാസ്ഥികാനന്തര സദാചാര ഘട്ടം. ഓക്കെ, നമുക്കറിയാം അന്തിമ യാഥാസ്ഥിക സദാചാര ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾബർഗിന്റെ ഘട്ടങ്ങളിലില്ല. ഇത് ഓർമ്മിച്ച് വെക്കാൻ യാഥാസ്ഥിക സദാചാര ഘട്ടമാണ് നടുവിലെന്ന് ഓർമ്മിച്ച് വെക്കുക. അതിൻ്റെ മുന്നേ വരുന്നതാണ് പൂർവ്വ യാഥാസ്ഥികം, അതിനുശേഷം വരുന്നതാണ് യാഥാസ്ഥികാനന്തരം. അങ്ങനെ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അടുത്തത്, ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളായ ചിന്ത, ആസൂത്രണം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം ആണോ? അല്ല. തലാമസ് ആണോ? അല്ല. സെറിബ്രൽ കോർട്ടെക്സ് ആണ് കേട്ടോ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ചാൾസ് പിയർമാനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബുദ്ധി സിദ്ധാന്തം പറഞ്ഞിട്ടുള്ള ആളാണ്, ദ്വിഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ 2 ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. G ഫാക്ടറും S ഫാക്ടറും, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും. ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സാധാരണ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ബുദ്ധി അല്ലേ? കരയാനുള്ള ബുദ്ധി, വൈകാരികപരമായിട്ടുള്ള ബുദ്ധി, കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരാൾക്ക് ജന്മനാ കിട്ടുന്ന എല്ലാ ബുദ്ധികളും ജനറൽ ഫാക്ടറിൽ പെടും. സ്പെസിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ബുദ്ധി ഉണ്ടാകും,
അതായത് അയാൾ മികച്ചു നിൽക്കുന്ന മറ്റൊരു ബുദ്ധി, അതാണ് സ്പെസിഫിക്. അത് ഉണ്ടാകും, പക്ഷെ അതെന്താണ്, ഒന്നെങ്കിൽ മാതാപിതാക്കൾ പരിപോഷിപ്പിച്ച് കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് ടീച്ചേഴ്സ് അധ്യാപകർ പരിപോഷിപ്പിച്ച് കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ ചുറ്റുപാട് പരിപോഷിപ്പിച്ച് കൊണ്ടുവരേണ്ടി വരും. അതാണ് എസ് ഫാക്ടർ, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടി, ആ കുട്ടി വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്ത്, എൻ്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കഴിവും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും, വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരാം. ഓക്കെ, അതാണ് എസ് ഫാക്ടർ. സ്പെസിഫിക് ആയിട്ട് അതെന്താണ്, നമ്മൾ ചുറ്റുപാടുന്ന് അക്വയർ ചെയ്യുന്ന, ചുറ്റുപാടുന്ന് കിട്ടുന്ന ഒരു ബുദ്ധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 21. ബോർഡിൽ എഴുതുന്നത് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് ഒരാഴ്ചയായി രണ്ടാമത്തെ വരിയിലിരിക്കുന്ന ഒരു കുട്ടി ടീച്ചറോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? കുട്ടിയെ ആദ്യ വരിയിലേക്ക് മാറ്റിയിരുത്തും. കുട്ടി രണ്ടാമത്തെ വരിയിലാണല്ലോ, ആദ്യ വരിയിലോട്ട് മാറ്റിയിരുത്തും. രണ്ടാമത്തെ ഓപ്ഷൻ, കുട്ടിയെ വ്യക്തിഗതമായി അടുത്ത് വിളിച്ച് കാഴ്ച സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചറിയും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ രക്ഷിതാവിനെ അറിയിക്കും. മൂന്നാമത്തത്, നിരന്തരം പരാതി പറഞ്ഞ് ക്ലാസ് ശല്യപ്പെടുത്തരുതെന്ന് കുട്ടിയോട് പറയും. നാലാമത്തെ ഓപ്ഷൻ, മുകളിൽ തന്നിട്ടുള്ള എയും ബിയും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷണൽ ലെവലിൽ നിങ്ങളൊരു അധ്യാപകനാവുക. സോ അധ്യാപകനായിക്കൊണ്ട് ഓപ്ഷൻ മുഴുവൻ വായിക്കാണ്ട് ആദ്യത്തെ ഓപ്ഷൻ വായിച്ചു, കുട്ടിയെ ആദ്യ വരിയിലേക്ക് മാറ്റിയിരുത്തി, ശരിയാണ്, ബബിൾ ചെയ്യരുത്. 4 ഓപ്ഷനും വായിച്ചതിന് ശേഷം മാത്രം ബബിൾ ചെയ്യാം. ഓക്കെ, കാരണം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്, മുകളിൽ തന്നിട്ടുള്ള എയും ബിയും എന്നുള്ളതാണ് ഇത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, കുട്ടിയെ ആദ്യ വരിയിലേക്ക് മാറ്റിയിരുത്തും, ശരിയാണ്. അപ്പൊ ആദ്യം തന്നെ അത് വായിച്ചിട്ട് എ പോയിട്ട് ബബിൾ ചെയ്യരുത്. ബിയും എന്താണ്, അതിന്റെ ഉത്തരം തന്നെയാണ്. അടുത്തത്, വില്ലാഡ് ആൽപോർട്ട്. വില്ലാഡ് വായിച്ചിട്ട് അന്തം വിടരുത്, നമ്മുടെ ആൽപോർട്ടിന്റെ ഫുൾ നെയിം ആണ് കേട്ടോ. വില്ലാഡ് ആൽപോർട്ടിന്റെ വ്യക്തിത്വ സവിശേഷതകളിൽ പെടാത്തത് ഏത്? നമുക്കറിയാം, മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം. ഇത് 3 നമ്മുടെ ആൽപോർട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത്യന്തിക സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ആൽപോർട്ട് എന്ത് ചെയ്തിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ 3 സവിശേഷതകൾ ഈ 3 മുഖ്യം, മധ്യമം, ദ്വിതീയം. അടുത്ത ക്വസ്റ്റ്യൻ 23. സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള അംഗീകാരം, വിജയത്തോടുള്ള ആഗ്രഹം എന്നിവ ആരുടെ അഭിപ്രേരണ തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം, അഭിപ്രേരണ എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒന്ന് ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ, പിന്നെ ഒരൊറ്റ ആളെ നമുക്ക് പഠിക്കാനുള്ളൂ, ഡേവിഡ് മെക്കലാൻഡ് അല്ലെ. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ 3 നീഡ്സ്. അടുത്തത്, യുക്തിചിന്തയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കാനും അതനുസരിച്ച് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ അറിയാനും ശ്രമിക്കുന്ന യാങ് പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടമാണ്. പിയാഷെയുടെ 4 ഘട്ടങ്ങൾ, ഇന്ദ്രിയ ചാലകഘട്ടം തുടങ്ങിയിട്ടുള്ള 4 ഘട്ടങ്ങളിൽ യുക്തിചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുട്ടി പ്രവർത്തിക്കുന്ന ഘട്ടം ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അതായത് മൂർത്ത മനോവ്യാപാര ഘട്ടം. ഓക്കെ, അല്ലെങ്കിൽ സമൂർത്ത എന്ന് കണ്ടാലും ഈ ഘട്ടം തന്നെയാണ് കേട്ടോ. അപ്പം കറക്റ്റ് ആൻസർ മൂർത്ത മനോവ്യാപാര ഘട്ടമാണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഈ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിന്റെ ഡെഫിനിഷൻ പഠിക്കുന്നത്. അടുത്തത്, ലാലു സഹപഠിതാക്കളുമായി കളിക്കുമ്പോൾ അച്ഛൻ പഠിക്കാനായി വിളിച്ചു, എന്നാൽ അവൻ വന്നില്ല. പിന്നീട് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ അവനോട് വരാത്തതിന്റെ കാരണം അന്വേഷിച്ചു. അവൻ പറഞ്ഞു, ഞാൻ കേട്ടില്ല എന്ന്. അച്ഛൻ അറിയാമായിരുന്നു അത് കളവാണെന്ന്. മകൻ കുറ്റം ഏറ്റുപറയണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആഗ്രഹിച്ചില്ല. ഓക്കെ, ഇത് ഏത് സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണെന്നാണ് നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. യാഥാർത്ഥ്യ നിഷേധം, യാഥാർത്ഥ്യത്തെ നിഷേധിക്കാനാണ് അവിടെ നമ്മുടെ ലാലു ശ്രമിച്ചത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഡൗട്ടില്ലല്ലോ. അച്ഛൻ എന്ത് ചെയ്തു, ലാലു കളിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛന് പഠിക്കാനായിട്ട് വിളിച്ചു, ലാലു വന്നില്ല. പിന്നെ കളി കഴിഞ്ഞു വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് വരാഞ്ഞത് ചോദിച്ചപ്പോൾ ലാലു പറഞ്ഞു, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനറിയാം അത് ലാലു കേട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അച്ഛൻ എന്ത് ചെയ്തില്ല, അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു വാക്തർക്കത്തിന് ഒന്നിനും നിന്നില്ല. സോ അച്ഛൻ എന്താണ്, യാഥാർത്ഥ്യത്തെ നിഷേധിച്ചതാണ്, അല്ലെങ്കിൽ ഡിനയൽ, നമ്മൾ എന്താണ് റിയാലിറ്റിയെ ഡിനൈ ചെയ്തതാണ്. ഓക്കെ,
അടുത്തത് 26ാമത്തെ ക്വസ്റ്റ്യൻ. എറിക് എറിക്സിന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് ഏതാണെന്നാണ്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്കറിയാം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആ സ്റ്റേജ്. അതിൽ എലിമെൻ്ററി ക്ലാസ്സിൽ ഊർജ്ജസ്വലതയും അപകർഷതയാണ് ഏത് കറക്റ്റായിട്ട് അദ്ദേഹം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ബ്രൂണറുടെ കണ്ടെത്തൽ പഠനത്തിനു സമാന്തരമായി ഡേവിഡ് പോൾ ഓസ്ബെൽ മുന്നോട്ട് വെച്ചിട്ടുള്ള പഠന രീതിയെ പറയുന്ന പേരാണ് സ്വീകരണ പഠനം. ഇതൊക്കെ ഡയറക്റ്റ് ആണ് കേട്ടോ. ആശയ പഠനമല്ല, തത്വപഠനമല്ല, വാചിക പഠനമല്ല. സ്വീകരണ പഠനമാണ് നമ്മുടെ ബ്രൂണറുടെ കണ്ടെത്തലിന് ഓസ്ബെൽ സമാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പഠനം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളെ വിലയിരുത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഗ്രേഡിംഗ് രീതി എത്ര പോയിന്റ് ആണെന്നാണ്. നമുക്കറിയാം, നമ്മൾ കുട്ടികൾക്ക് അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ABCD ഗ്രേഡ് ഇടുമല്ലോ. അതിൽ 5 പോയിന്റ് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ കുട്ടികൾക്ക് ഗ്രേഡ് ഇടുമ്പം A, B, C, D, E അല്ലേ, 5 പോയിന്റ്സ്. ഇത്തരത്തിലാണ് നമ്മളിപ്പം UP ക്ലാസ്സിൽ ഗ്രേഡിംഗ് നടത്തുന്നത്. സോ ആൻസർ ഏതാണ്? 5 പോയിന്റ് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. അടുത്തത് ഒരു റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. COVID-19 പശ്ചാത്തലത്തിൽ ഗുണമേന്മയുള്ള പഠനം സാധ്യമാക്കുന്നതിനും പഠന പിന്തുണ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പദ്ധതിയുടെ പേര്. ഓക്കെ, തേൻകൂടാണ് കേട്ടോ കറക്റ്റ് ആൻസർ. അതായത് നമുക്കറിയാം COVID-19 കാലത്ത് എല്ലാവരും ഓൺലൈൻ ലേണിങ്ങിലോട്ട് പോയി അല്ലേ. നിങ്ങളിപ്പം ചെയ്യുന്ന ഓൺലൈൻ ലേണിങ്ങിലോട്ട് എല്ലാവരും ചേക്കേറി. ആ സമയം ആരെയും നമ്മൾ പരിഗണിക്കണം? ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേരിടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് സാങ്കേതികപരമായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളൊരു പദ്ധതിയാണ് തേൻകൂട് എന്നുള്ള പദ്ധതി കേട്ടോ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിരീക്ഷണ പഠന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നമുക്കറിയാം, നിരീക്ഷണ പഠനത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ബന്ദൂരയാണ്. ബോബോഡോൾ എക്സ്പെരിമെന്റ് നടത്തി അതിൽ ആ സ്റ്റേജുകൾ മോഡലിങ്ങിന് ഒരു മോഡൽ നമുക്ക് തരും. അറ്റൻഷൻ, റിറ്റൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ, അതുപോലെ റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ പ്രബലനം കൊടുക്കുമ്പം ആ ചെയ്യുന്ന പ്രവൃത്തിയെ ശക്തി കൂടും. ഓക്കെ, അപ്പം നിരീക്ഷണ പഠന സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ആൽബർട്ട് ബന്ദൂര. ഇതാണ് നമ്മുടെ 30 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത് 2022 ഒക്ടോബറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ PYQകൾ ഇനിയും ചെയ്ത് നോക്കുക. പഴയ കാലത്തേക്കൊന്നും പോവരുത്. 2015, 16 അത്രയൊന്നും പോവണ്ട. ഒരു 2017 മുതൽ ഇങ്ങോട്ടേക്കുള്ളത് നോക്കുക എന്തായാലും. അതുപോലെ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. നമുക്ക് സൈക്കോളജിയിലെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ടൊന്നും വരാനില്ല അല്ലേ. പണ്ട് പിയാഷയും ബ്രൂണറൊക്കെ കണ്ടെത്തിയിട്ടുള്ള പഠന സിദ്ധാന്തങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സയൻസും മാത്തമാറ്റിക്സും ഒക്കെ ആണെങ്കിൽ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ സയൻസിൻ്റെ കേസിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. അപ്പം എന്ത് ചെയ്യുക, അതിൽ മാർക്ക് കുറയുന്നവരാണെങ്കിൽ നമുക്ക് സൈക്കോളജിയിൽ മാർക്ക് പിടിക്കണം. ഓക്കെ, അതിനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മറന്നു പോകരുത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അപ്ലിക്കേഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്ലിക്കേഷണൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആരുമല്ല, നിങ്ങളൊരു ടീച്ചറായിട്ട് ഇരുന്നിട്ട് കുട്ടിയെ എങ്ങനെ സമീപിക്കും എന്നുള്ളത് മാത്രം ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.